പൊന്നുമോളെ നീ അതൊക്കെ ഇട്ടേരെ, അവൾ എണീറ്റ് വന്നിട്ട് ചെയ്തോളും. നീ മതി, നേരം വെളുത്തപ്പോൾ തുടങ്ങിയ ജോലിയും കാര്യങ്ങളൊക്കെയാ. ഓ, അവളെ എണീറ്റ് വരുന്ന വരെ ഇട്ടേക്കണ്ടേ അമ്മ, എനിക്കില്ല ബാങ്കിൽ വരെ പോകണം. ഇപ്പം തന്നെ സമയം ഒരുപാടായി. വേറെ എല്ലാം കഴിഞ്ഞു, അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം കിടപ്പുണ്ട്, ഇനി പെരയ്ക്കാൻ ഒന്ന് തൂത്ത് വാരിയാൽ മതി. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അവൾ ഇതോർക്ക് എണീറ്റിട്ടില്ല. അവളെ ഒന്ന് നോക്കിയിരുന്നാൽ പിന്നെ ആരെങ്കിലും ഒന്ന് കയറി വന്ന് ഇവിടെ മൊത്തം വൃത്തികേടായിരിക്കും. അതുകൊണ്ട് തൂത്തെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് ബാങ്കിലോട്ടൊന്ന് പോകണമ്മ. അത്രയേ ഉള്ളൂ. അവൾ ഇവർക്ക് എണീറ്റിട്ടില്ല, അവൾ ഉറക്കവാ. എടി, നീ എന്തോ ഈ കാണിക്കുന്നു? എന്തോ നിന്റെ ഉദ്ദേശം? ചുമ്മാ തിന്നും കുടിച്ചുമൊക്കെ ഇരിക്കാനാണോ നിന്റെ ഉദ്ദേശം? നീ ഇവിടെ എന്തോ ചെയ്യുന്നത് ഇവിടെ? എന്താ അമ്മ, ഞാനിവിടെ എന്ത് ചെയ്യുന്നെന്നാ? ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ആർക്കും ഒരു ദ്രോഹമില്ല, പിന്നെ എന്താ? അതെ, നീ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ. നീ ഇപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. എന്താ ഉദ്ദേശം? സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനാണ് നിന്റെ ഉദ്ദേശം? ഇവിടെ വന്നിട്ട് എണീക്കുന്ന സമയം ഏത് നേരം ഈ ഫോണിനകത്തുള്ള നോട്ടമൊക്കെയാണ്. ഒരു കൈ സഹായം പോലും ആ പെണ്ണി നീ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ സൂചിച്ചിരിക്കാനാണോ നിന്റെ ഭാവം? നിന്റെ ആ വീട്ടിലോട്ട് പോകുന്നില്ലേ നീ? ഓ, അവിടെയാണാ? അവിടെ ഇപ്പം പോട്ടിപ്പോൾ എന്തെടുക്കാനാ? അവിടെ പോട്ടൊന്നും ഒരു കാര്യമില്ല അമ്മ. ആ തള്ളയ്ക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ അങ്ങ് ചൊറച്ചില്ല. എന്ത് പറഞ്ഞാലും അങ്ങ് എന്തെങ്കിലും കുത്തി കുത്തി ഓരോന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും, പിന്നെ വഴക്കാകും, പിന്നെയുള്ള സമാധാനം പോവും. എനിക്ക് എൻ്റെ സ്വന്തം ഫോണൊന്നും നോക്കിക്കൂടാന്നേ. ചുമ്മാ എൻ്റെ ഫോൺ നോക്കുമ്പോൾ പുറകെ വന്നിട്ട് എന്തെടുക്കുക, എന്തിനാ ഫോൺ എടുക്കുന്നു പറഞ്ഞ് ചുമ്മാ അവർക്കങ്ങ് പറച്ചില്ല. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഞാൻ പറയുന്നതൊന്നും അല്ല ആൾക്ക് പ്രാധാന്യം, ഉമ്മ പറയുന്നത് പ്രാധാന്യം. എന്ത് ചോദിച്ചാലും ഉമ്മ പറഞ്ഞത് ശരിയല്ലേ, ഉമ്മ പറഞ്ഞത് അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കും. എനിക്ക് ഒരു ഇച്ചിരി സമാധാനം വേണം, അത് അവിടെ പോയി കിട്ടത്തില്ല. എനിക്കിവിടെ വന്നാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ടൊന്നും പോകുന്ന കാര്യം ചിന്തിക്കേണ്ട. എനിക്കിഷ്ടമുള്ളപ്പം പോവും, അത്രയേ ഉള്ളൂ. എനിക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഹലോ. ഓർത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ റബ്ബേ. ആ അമ്മ, അമ്മ ഒന്നും കഴിക്കുന്നില്ലേ? കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി? അമ്മയൊക്കെ ഒന്ന് കഴിക്കും. ഓ, എൻ്റെ പൊന്നുമോളെ, എനിക്ക് വിശപ്പൊന്നുമില്ല. ഈ പെണ്ണിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അത് ചൂടാറുന്നതിൻ്റെ അവൾ ഇങ്ങി പോരുന്ന് പിണങ്ങി. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സമാധാനവും ഇല്ല. ഇനിയിപ്പോൾ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങും, എന്താ ഇവളിവിടെ വന്ന് നിൽക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒരാഴ്ച കഴിഞ്ഞില്ലേ? അവൾക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ചിന്താഗതി ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഇച്ചിരി വിഷമമെങ്കിൽ അവൾക്ക് കാണണ്ടേ? അവൾക്കതൊന്നും ഇല്ലെന്നേ. ചുമ്മാ ഒരു ഫോണും നോക്കി പിടിച്ച് ചിരിച്ച് സന്തോഷിച്ചൊക്കെ അവൾ നടക്കുക. എനിക്കാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കവും ഇല്ല, വിശപ്പവും ഇല്ല, ദാഹവും ഇല്ല. എന്ത് കഷ്ടപ്പെട്ട് അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാ. സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ ഏതൊരു തള്ളമാരും ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിനുള്ള ഒരു ഇതില്ലെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ പോകുന്ന കാര്യം ചോദിച്ചിട്ട് പോലും അവളൊന്നും മിണ്ടുന്നുമില്ല. ആരെ വിളിച്ചെന്നും പറയാനുള്ള ഇറങ്ങി അങ്ങ് പോയി. എന്തോ ചെയ്യുമെന്ന് പറയാണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ റബ്ബേ. ആ, എൻ്റെ ഉമ്മ ഇത് കേട്ടൊന്നും വിഷമിക്കണ്ട. അതിനുള്ള വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഉമ്മക്ക് ഉമ്മയുടെ മോടെ സ്വഭാവം അറിഞ്ഞൂടെ? പിന്നെ അവിടുത്തെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു, അവൾ ആ കാര്യത്തിലാണ് അവൾ ഇത്രയും പിടിച്ചിരിക്കുന്നത്. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു പേടിയോ ഒരു ഭയം പോലെയൊക്കെ അവർക്ക് തോന്നി. വീട് മാറിയതിൻ്റെ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ആ ഉമ്മ പറഞ്ഞു, നീ നിൻ്റെ വീട് പോലെ ഇരുന്ന് കണ്ടച്ചാൽ മതി. നിൻ്റെ വീട്ടിൽ നീ എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെ ഇവിടെ, അതിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല എന്നിങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു. അപ്പം അത് കേട്ട ഉടനെ അവൾ ഇവിടുത്തെ ശീലങ്ങളൊക്കെ അവൾ കാണിക്കാൻ തുടങ്ങി. രാവിലെ എണീക്കത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല, കുളിച്ച ഡ്രസ്സ് പോലും അവൾ കഴുകത്തില്ല. ആ വീട്ടിലെ ജോലികൾ മൊത്തം ആ ഉമ്മ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ
അവിടെ ഭർത്താവ് വരുമ്പോൾ പോലും ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അപ്പം ആ ഉമ്മയോട് പറയുന്നു ഇച്ചിരി ചായ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇട്ടു ശരിയാകത്തില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ ചായ ഇടത്തില്ല, ഉമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോട്ടെ, അവർ പറഞ്ഞതെല്ലാം പിന്നെ പൊയ്ക്കോട്ടെ, എൻ്റെ ആവതിടത്തോളം അവർ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. ഇക്കടുത്ത് ഇതെല്ലാം എനിക്കിതെല്ലാം സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഉമ്മ അടുത്ത്. അപ്പം ഇവൾ ഫോണിനകത്താണ് 24 മണിക്കൂർ കൂട്ടുകാരെ വിളിക്കലും. അപ്പോൾ ഇവൾ ഫോണുമായിട്ടാണ് 24 മണിക്കൂർ ഇങ്ങനെയുള്ള പരിപാടി ജോലിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിലെങ്ങാണ്ട് അവിടെ തുമ്മ ഒന്ന് പറഞ്ഞു പോയി, എൻ്റെ പൊന്നും മോളെ നീ ആ ഫോണിൽ താത്ത് നോക്കുന്നത്, എനിക്ക് ഇതിനൊരു മടിയും ഒന്നുമില്ലേ എന്നൊരു ചോദിച്ചതേ ഉള്ളൂ. അതിനാണ് അവൾ കയറി വെച്ച് മൂപ്പിച്ചിങ്ങി വന്നത്. പിന്നെ അവൻ വന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഉമ്മ പറഞ്ഞത് ശരിയല്ലേ, ഞാനും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനാണ് ഉമ്മയും മോനും സൈഡ് വന്ന് പറഞ്ഞത്. അല്ലാതെ ഉമ്മ പറയുന്ന പോലെ ഒന്നും അവിടുത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവളിപ്പോൾ ചെന്നാൽ പോലും അവരെ സ്വീകരിക്കും. അല്ലാതെ ഉമ്മ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അവൾക്ക് അതിനകത്തൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാടി മോളെ? ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാ? എനിക്കിഷ്ടമുള്ളപ്പോഴേ ഞാൻ അങ്ങോട്ട് പോകത്തുള്ളൂ. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടേ നാത്തൂന് വേറെ വല്ല ബുദ്ധിമുട്ടല്ലോ ഉണ്ടാ? എടി നീ എന്തോ ഈ പറയുന്നത്? പറയട്ടുമ്മ, അവർക്കെന്താ ബുദ്ധിമുട്ടെന്നേ വാ തുറന്ന് പറയട്ടെ. ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഉമ്മായും മരുമോളും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം, അതല്ലേ നിങ്ങളുടെ കരുതൽ? എനിക്കിഷ്ടമുള്ളപ്പോഴേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടേ എന്ത് ബുദ്ധിമുട്ടാണ് നാത്തൂനുള്ളത്, ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നത്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിൻ്റെ ആങ്ങള, അതായത് എൻ്റെ ഭർത്താവ്, ലോണും കടവും ഒക്കെ മേടിച്ചിട്ടാണ് നിൻ്റെ കല്യാണം നടത്തിയത്. അതിൻ്റെ കടം പോലും തീർന്നിട്ടില്ല. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെക്കും അത് കടം തീർക്കാൻ നിൻ്റെ അടുത്ത് നിൻ്റെ ആങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല. ഓരോന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് ആ മനുഷ്യന് മാത്രമേ അറിയത്തുള്ളൂ. അതിനു മുമ്പേ നീ ഇവിടെ വന്നു. ആ കടം തീർന്നില്ല, അതിനു മുമ്പേ നീ ഇവിടെ വന്ന് നിൽക്കുക. പിന്നെ ഞങ്ങൾക്കായിട്ടൊരു ജീവിതമില്ലേ? എന്നും കൊന്നും നിൻ്റെ പുറകെ നടന്നാൽ മതിയോ? നിൻ്റെ ആങ്ങളയ്ക്കൊരു ജീവിതമില്ലേ? നിൻ്റെ ആങ്ങളയ്ക്ക് 2 പെൺകുഞ്ഞുങ്ങളെ വളർന്നു വരുന്നത്. അതുങ്ങളുടെ കാര്യം നോക്കണ്ടേ? നിൻ്റെ കല്യാണം കഴിച്ചു വിട്ട്, നിന്നെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ട് നിനക്ക് സുഖമായിട്ടൊരു ജീവിതം എനിക്ക് കിട്ടി. അത് നിൻ്റെ അമ്മായിയെ കൊണ്ടോ നിൻ്റെ ഭർത്താവിനെ കൊണ്ടോ ഒരു കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നിനക്ക് അഹങ്കാരമല്ലേ? നിൻ്റെ ആങ്ങളെയും നിൻ്റെ വീട്ടുകാരും നോക്കും എന്നുള്ള ഉറപ്പോട്ടല്ലേ നീ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് കൊണ്ടുവന്നത്? ഓരോ കുടുംബത്തെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. അത് സംബന്ധിച്ചോളം എനിക്ക് അവൾ ഒരു പ്രശ്നവുമില്ല. ഒരു പോരിന് വരാത്തൊരു അമ്മായിമയെ നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ 6 മാസം കൊണ്ട് എനിക്ക് അവരെ മനസ്സിലായില്ലേടി? എന്നിട്ട് അവൾ നിസ്സാരപ്പെട്ടൊരു കാരണത്തിലാണ് പിണങ്ങി വന്നിരിക്കുന്നത്. ഒരു പ്രായം ചെയ്യുന്നൊരു തള്ളയാണ് അവർ നിൻ്റെ അടുത്ത് ജോലി ചെയ്യാൻ തന്നെ വഴക്ക് പറയുന്നില്ല. നീ നേരത്തെ എണീക്കാത്തതിന് വഴക്ക് പറയുന്നില്ല. ആ ഫോണിൽ നിന്ന് നിൻ്റെ ഒരു ഉപയോഗം അവരൊന്ന് പറഞ്ഞു പോയി. പറഞ്ഞപ്പോഴത്തേക്ക് നീ അതും മൂപ്പിച്ച് പിടിച്ച് ഇങ്ങോട്ടേക്ക് പോരുന്നു. ആര് നോക്കൊന്നും പറഞ്ഞുണ്ടോ? ജീവിതകാലം മുഴുവനും ഒന്നും നിന്നെ നോക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല നിൻ്റെ ആങ്ങള. നിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിരിക്കുന്നത്. പിന്നെ ഉമ്മായെ ഞങ്ങൾ നോക്കും. അത് ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നാളെ ഞാനും എൻ്റെ ഭർത്താവും ഇവിടുന്ന് പോകും. ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി അങ്ങ് ജീവിക്കും. പിന്നെ നീ എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ജീവിച്ചോ. ഓ, അപ്പം എന്നെ ആട്ടി ഇറക്കാനുള്ള പരിപാടിയാണല്ലേ? എന്നാലേ എന്നെ ആരും ആട്ടി ഇറക്കണ്ട. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പോവാം. ഇതിലും ഭേദം എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും തന്നെയാണ്. അവർ ഇതുപോലൊന്നും എൻ്റെ അടുത്തൊന്നും പെരുമാറൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. ഇനി നിങ്ങളുടെ മുന്നിലൊന്നും വരത്തില്ല. ഇനി ഞാൻ കാരണം ഇനി നിങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കണ്ട, ഇവിടുന്ന് പോവുകയും വേണ്ട. ഞാനല്ലേ പ്രശ്നം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാം. അവരെന്നെ പൊന്നു പോലെ നോക്കും. ഞാൻ ഇപ്പം തന്നെ പോവാം. എടി മോളെ, നീ ഉമ്മ ഇത് കണ്ടൊന്നും പേടിക്കൊന്നും വേണ്ട. ഞാനത് ചുമ്മാതെ പറഞ്ഞു അവിടുത്ത്. കാരണം ഞാനും കൂടെ അങ്ങനെ സംസാരിച്ചില്ലെങ്കിലേ അവളുടെ ജീവിതത്തിന് അവൾക്ക് ഒരു ആത്മാർത്ഥ്യം അവൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഉമ്മയോ ഇക്കയോ പറയാൻ വന്നെങ്കിലുണ്ട് അവൾ ഇതിലേക്കൂടെ കെട്ടി ഇതിലേക്കൂടെ അവൾ കളയും. അവൾക്ക് ഒരു ഇതുമില്ല. അവൾക്കറിയാം എന്ത് പ്രശ്നം വന്നാലും ഉമ്മയും ആങ്ങളെ ഉണ്ടെന്നുള്ള ധാരണ അത് മാറ്റി കൊടുക്കണമല്ലോ. അവൾക്ക് പടച്ചവൻ എത്തിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഈ നിസ്സാരപ്പെട്ട കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. വേറെ വല്ല വീട്ടിലെ ആടുന്നെങ്കിലും ഇപ്പം എന്തായി തീർന്നേനെ? ഉമ്മ അതിനെ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഇത്രയെങ്കിലും അവൾക്ക് എന്നോട് ദേഷ്യം കാണത്തുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളൂ. ഇനിയിപ്പോൾ എന്നോടുള്ള ഭാഷ കൊണ്ടെങ്കിലും അവളോടെ പോയി നന്നായിട്ട് അങ്ങനെ ജീവിച്ചോളൂ. അവരിന്നലെ അവളെ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം ഇക്കായാ പറഞ്ഞത് വേണ്ട, നിങ്ങൾ വന്നാൽ ഉള്ള വിലയും കൂടെ പോകും. പിന്നെ അവൾ നിങ്ങൾക്ക് ഒരു വിലയും തരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് തന്നെ വന്ന് കയറട്ടെ എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അവൾ പോകുന്നുണ്ടേ. അതുകൊണ്ട് ഉമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല.
അതുകൊണ്ട് അവളിപ്പോൾ ജീവിക്കട്ടെ ഉമ്മ. ഇനി പ്രശ്നം വന്നാൽ നമ്മൾ കാണത്തില്ല, ഇപ്പോൾ അവൾ തരണം ചെയ്ത് ജീവിച്ചോളും. എന്തായാലും അവൾക്ക് കിട്ടിയ വീട് എന്തായാലും കുഴപ്പമില്ലാത്തതല്ലേ. ഉമ്മയെ കൊണ്ടോ അവൾക്ക് കിട്ടിയ ഭർത്താനെ കൊണ്ടോ ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, വെറും പാവങ്ങളാണ്. ഇനി ഇവളും കൂടെ ഇതങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയായിക്കോളും. ഇനി അവളങ്ങ് ജീവിച്ചോളും. അതുകൊണ്ട് ഉമ്മ ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട. അവൾ പോകാൻ നേരത്ത് ഉമ്മ ഒന്നും മിണ്ടുകയും വേണ്ട, ഒന്നും പറയുകയും വേണ്ട, അവൾ പോട്ടെ.